സൂപ്പർമാൻ. അങ്ങനെ ഈ മാൻ ഓഫ് സ്റ്റീലിന് ശേഷം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ സിനിമ. അതായത് മാൻ ഓഫ് സ്റ്റീൽ. അതായത് നമുക്കറിയാം, അതായത് ഇത്രയും നാൾ ഇറങ്ങിയ സിനിമ വെച്ച് നോക്കുമ്പോൾ, അതായത് സൂപ്പർമാൻ്റെ ഇത്രയും നാൾ വെച്ച സിനിമകൾ നോക്കുമ്പോൾ നമുക്കറിയാം സൂപ്പർമാൻ എന്നത് എന്താണെന്ന്. അതായത് സൂപ്പർമാൻ്റെ പവർ. പിന്നെ അല്ല, പണ്ട് തൊട്ട് ഞാനൊരു DC ഫാൻ, മാർവൽ ഫാൻ ഒന്നുമല്ല. കാരണം പണ്ട് തൊട്ട് സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ ഈ 3 പേര് കേട്ട് ഇതായതാണ്. ഇവരെ ഏത് സിനിമ ആയാലും കാണാൻ തോന്നും. അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഈ 3 സൂപ്പർ ഹീറോ ഇല്ലേ, അത്രയും ഇതാണ് എനിക്ക്. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇതാണ്. പിന്നെയാണ് അയൺ മാൻ, ക്യാപ്റ്റൻ അമേരിക്ക, ഇവരൊക്കെ ഇതായത്. കാരണം ഇവർ 3 പേരാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഇവർ ഏത് സിനിമ ഇറങ്ങിയാലും പോയി കാണും. അപ്പോൾ ഇവരുടെ ഇപ്പോൾ മാൻ ഓഫ് സ്റ്റീൽ കണ്ടതിന് ശേഷം മനസ്സിൽ തട്ടിയ സൂപ്പർ ഹീറോ ആണ്. എൻ്റെ ദൈവമേ, അതൊക്കെ ഒരു ഡാർക്ക് സൂപ്പർ ഹീറോ ആണ് ശരിക്കും. സൂപ്പർമാനാണത്. അതിന് ശേഷം ഒരു വെബ് സീരീസ് ഉണ്ട് സൂപ്പർമാൻ്റെ. ആ സൂപ്പർമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൂപ്പർമാൻ എന്നുള്ള കാര്യം ഏറ്റവും പവർഫുള്ളായ സൂപ്പർ ഹീറോ ആണ് DC-യിലത്തെ. ഏറ്റവും പവർഫുൾ വില്ലന്മാർക്ക്. അതായത് സൂപ്പർമാൻ്റെ സമയത്ത് വില്ലന്മാർ തോൽപ്പിക്കണമെങ്കിൽ സൂപ്പർമാനെ പറ്റുള്ളൂ. അത് അത്രയും പവർഫുൾ വില്ലന്മാരായിരിക്കും. അതായത് അത്രയും പവറുള്ള ആ സൂപ്പർമാൻ്റെ സമയത്ത് ഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഫൈറ്റ് ചെയ്യാം. മാൻ ഓഫ് സ്റ്റീൽ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ സൂപ്പർമാൻ പ്രതീക്ഷ ആരും പോകരുത്. മാൻ ഓഫ് സ്റ്റീൽ അല്ലെങ്കിൽ സൂപ്പർമാൻ. കാരണം ഈ ഒരു സൂപ്പർമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ മറ്റേ ഹോമില്ലേ, അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സ്പൈഡർമാനില്ലേ, അപ്പോൾ ആ സ്പൈഡർമാൻ ഹോം കമ്മിങ് ആ സിനിമ ഇറങ്ങുന്ന ടൈമിൽ സ്പൈഡർമാൻ 3ാമത്തെ സ്പൈഡർമാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സാധാ ഈ സ്പൈഡർമാൻ്റെ പോലെയൊക്കെ തന്നെ ആയിരിക്കും ഈ സ്പൈഡർമാൻ്റെ പോലെ തന്നെ ആയിരിക്കും രീതിയൊക്കെ തന്നെ. പക്ഷേ ഇതൊരു ചെറിയ പയ്യൻ സ്പൈഡർമാനായിട്ടുള്ള ഒരിത് കാണിക്കണം. പക്ഷേ സ്പൈഡർമാൻ കോമഡിയും അതിൻ്റെ ഇടയിൽ സ്പൈഡർമാൻ്റെ പവർ ഉണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്താത്ത പോലെ അങ്ങനെയൊക്കെ. അപ്പം ഈ ഫസ്റ്റൊക്കെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിനകത്ത് തന്നെ അതുപോലെ തന്നെ സിവിൽ വാറിൽ തന്നെ സ്പൈഡർമാൻ്റെ പവർ എന്താണെന്ന് കാണിക്കുന്നു. സ്പൈഡർമാന് നല്ല പവർ ഉണ്ട്, പക്ഷെ എന്നാൽ അത് കോമഡി രീതിയിൽ. അതുപോലെ തന്നെ ഏറ്റവും പവറുള്ളതാണ് ടോമി. അപ്പോൾ ഈ സ്പൈഡർമാൻ ഏറ്റവും പവർ ഉണ്ടെന്ന് അറിയാം, പക്ഷേ അത് ശരിക്കും സ്പൈഡർമാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കോമഡി രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിലാണ് കൊണ്ടുപോകണേ. സ്പൈഡർമാൻ്റെ പവറിന് ഒരു കുറവ് പോലും വരുത്താനില്ല. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ, സൂപ്പർമാൻ്റെ സിനിമയിലേക്ക് വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, സൂപ്പർമാൻ്റെ പവർ നമുക്കറിയാം. സൂപ്പർമാൻ്റെ പവർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അതായത് തോൽപ്പിക്കാൻ ഭയങ്കര പാടാണ്. സൂപ്പർമാനെ ആകെ തോൽപ്പിക്കാൻ പറ്റിയ 2 കാരണങ്ങളാണ്. ഒന്ന് മറ്റേ പച്ച, പിന്നെ മാനസികമായി തകർത്തിയാൽ മാത്രം. അല്ലാണ്ട് സൂപ്പർമാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നറിയാം നമുക്ക്. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ സൂപ്പർമാൻ, അതായത് ഈ സിനിമ കാണുമ്പോൾ ഇല്ലേ, ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി സൂപ്പർമാൻ വില്ലന്മാരുടെ നേടി സൂപ്പർമാൻ വയ്യാണ്ടാവുന്നുണ്ട്. അതിന് കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പോൾ മാൻ ഓഫ് സ്റ്റീൽ ഇറങ്ങിയപ്പോൾ അതിനകത്തും പിന്നെ ജസ്റ്റിസ് ലീഗ് അതൊക്കെ ഇറങ്ങിയപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് സൂപ്പർമാൻ വന്നാൽ പിന്നെ എല്ലാം ഓക്കെ പോലെയാണ്, സൂപ്പർമാൻ്റെ അത്ര ശക്തിയുള്ള വില്ലന്മാരും ഇല്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതോടെ മാറി കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായി. അത് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇടി കൊണ്ട് ഉഴപ്പാലും കുഴപ്പമില്ല. പക്ഷേ ഈ സിനിമക്കകത്ത് സൂപ്പർമാൻ കൊള്ളാത്ത ഇടികൾ വരണവർ പോണവരൊക്കെ ഇടിച്ച് തല്ലിയും സൂപ്പർമാൻ പക്ഷേ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ആ തിരിച്ചു കൊടുക്കണം, ആ കിട്ടിയതിൽ ഇരട്ടി കൊടുക്കണം. ഒരു ഇടിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പവർ ഉണ്ട്, പക്ഷെ എന്നാൽ ഇത്തിരി കൂളായി പോയി സൂപ്പർമാനെ തല്ലുകൊള്ളാവുന്നത്. അതായത് നേരത്തെ സൂപ്പർമാൻ ഈ നിലയ്ക്ക് ഇടികൊള്ളാണെങ്കിൽ ഇനിയുള്ള സൂപ്പർ ഹീറോ മൂവി, അതായത് ഇനി DC-യുടെ ഇനി പുതിയ തുടക്കമാണല്ലോ. അപ്പോൾ ഇനി വരണ ബാറ്റ്മാൻ, ഇങ്ങനെയുള്ള സൂപ്പർ ഹീറോക്കൊക്കെ അവർക്കൊക്കെ എന്തോരം കൊള്ളേണ്ടി വരുന്നു. അവരൊക്കെ ചാവുന്ന തോന്നുന്നുണ്ട് ഇങ്ങനെ സൂപ്പർമാനെ കൊള്ളണമെങ്കിൽ. എനിക്കത് ആ ഒരു കാര്യം മാത്രമേ സിനിമ പിടിക്കാത്തുള്ളൂ. വേറെ ഒന്നും എനിക്ക് പിടിക്കുകയില്ല. വേറെ എനിക്ക് സിനിമയുടെ ഈ BGM ആ തിയേറ്ററിൽ മുഴുങ്ങി വെക്കുമ്പോൾ വലിയ ഒരു ഇത് വേറെയാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ഒരു സൂപ്പർമാൻ എന്നുള്ളൊരു ഇതില്ലേ, അതിൻ്റെ ഉണ്ടെങ്കിലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം. എനിക്കിതിട്ട് കൂടി പോയെന്ന് സൂപ്പർമാനെ തല്ലുള്ളത്. നമ്മൾ ആ ഒരു മൈൻഡിൽ പോകണമെങ്കിൽ സിനിമയുടെ സ്റ്റോറിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ സിനിമ നല്ല രസമാണ് കണ്ടിരിക്കുക. ഇങ്ങനെ വിഷ്വൽസ് വെച്ചാൽ ഫ്രെയിമൊക്കെ കിടിലാണ്. സൂപ്പർമാൻ ഈ സൂപ്പർമാൻ മാൻ ഓഫ് സ്റ്റീൽ സൂപ്പർമാൻ്റെ ചെറിയ ചായ, പുള്ളിയുടെ ആക്ടിങ് വരെ ചെറിയൊരിത് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർമാൻ്റെ ആ പവർ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് നെഗറ്റീവ് തോന്നിയുള്ളൂ. കാരണം ഒരു അത്തിരി കുറയ്ക്കായിരുന്നു.
ഇത് പറഞ്ഞവർ പറയുന്നത് സൂപ്പറാണ്, സിമ്പിളായിട്ട് പിടിച്ചുകൊണ്ട് പോകണേ. നേരത്തെ നമ്മളിങ്ങനെ ഉണ്ട് ചെങ്ങലായിട്ട് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണത്. അപ്പോൾ മാൻ ഓഫ് സ്റ്റീലിൻ്റെ ആ സീനൊക്കെ മാൻ ഓഫ് സ്റ്റീലിൽ നമുക്ക് ആ ഒരു നടന്ന് വരുമ്പോൾ ആ ഒരു ഇതില്ലേ, അത് തിയേറ്റർ കാണുമ്പോഴൊരിത്. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സൂപ്പർമാൻ അല്ല. പക്ഷെ എനിക്ക് ഇത്രയും വേണ്ടായെന്ന് തോന്നി തല്ല്. പക്ഷെ എന്നാൽ നല്ല പടവും താനും. പടം നല്ലതാണ്, തിയേറ്ററിൽ പോയി കണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെടും. ആ പ്രത്യേകിച്ച് ആ BGM ഒക്കെ ഇല്ല, അതൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി ആസ്വദിക്കുന്ന സിനിമ ഫുൾ നെഗറ്റീവ് അങ്ങനെയല്ല. ഈ ഒരൊറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്കാണെങ്കിൽ നല്ലോണം ആസ്വദിക്കാൻ പറ്റും. എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ട്, എന്നാലും ഞാൻ പോയി കണ്ടു. എനിക്ക് അതെന്ന് വെച്ചാൽ എത്രയും പേര് വന്നിരിക്കുമ്പോഴേ ഇത് സൂപ്പർമാൻ തന്നെയാണെന്നൊരു ആ ഒരു ഇത് നെഗറ്റീവ് അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പടം എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ നല്ല ആസ്വദിച്ചിരുന്നു. ആ പ്രത്യേകിച്ച് നല്ല ചില സീനൊക്കെ ഇല്ലേ, നല്ല രസമായിരുന്നു. ചില സീനൊക്കെ രോമനത് ചില ഫ്രെയിംസ് അതുപോലെ തന്നെ കിടിലനായിരുന്നു. എന്തായാലും കാണാത്തവർ നിങ്ങൾ പോയി കാണാം. നിങ്ങൾ നേരിട്ട് പോയി കണ്ടോ, എനിക്ക് ഒന്നും പറയാനില്ല. ജുറാസിക് വേൾഡൊക്കെ കാണാൻ പോയതിനേക്കാളും ബെറ്ററാണ് ഈ സിനിമ കാണേണ്ടത്. കാരണം ഇനി സൂപ്പർമാൻ്റെ സിനിമകൾ ഇറങ്ങും, പക്ഷേ ഈ ഒരു സാധനം കാണണം. തിയേറ്ററിൽ നല്ല രസമായിരുന്നു BGM അതൊക്കെ ആയിട്ട്. കാണാൻ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയാം. ബൈ.